ഹലോ ഗൈസ്, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. 2025 ഞാനൊരു പുതിയ മുഖവുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നവി മുംബൈ ഉൾവേൽ സെക്ടർ 15 ഹി ആൻഡ് ഷീ ഫാമിലി സലൂൺ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ മുടി കുറച്ചൊന്നും നീണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്കത് കട്ട് ചെയ്യാനുള്ള ത്വര വല്ലാതെ വന്നു. അങ്ങനെ കുറേ സലൂണിൽ നമ്മൾ കയറി ഇറങ്ങി ഹെയർ സ്റ്റൈലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ലാസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ ഒരു സലൂണായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഈവനിങ്ങിൽ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വന്നു. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് ഇവരുടെ സർവീസും, ഇൻറ്റീരിയർ മാത്രമല്ല ഇവരുടെ സർവീസും ഭയങ്കര കിടിലാണ്. ഞാൻ ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് കട്ടാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സ്റ്റാർട്ടിംഗ് പ്രൈസ് അതായത് 450 ആണ്. അതിൽ ഹെയർ വാഷും ഹെയർ സെറ്റിങ്ങുമാണ് അവർ മെയിനായിട്ട് ചെയ്തു തരുന്നത്. സോ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചേട്ടൻ്റെ പേരെന്നോട് മറന്നു, ഇപ്പോൾ ബായ് എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, എന്തോ ഒരു ബായ് ആണ്. അപ്പോൾ ചേട്ടൻ നല്ല രീതിയിൽ സർവീസ് ചെയ്തു തന്നു. ചേട്ടൻ്റെ അടുത്ത് ഞാൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഫ്രിഞ്ചസ് വേണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ നിനക്ക് ഫ്രിഞ്ചസ് ചേരില്ല, ബിക്കോസ് യു ഹാവ് എ സ്മോൾ ലിറ്റിൽ ഫോർ ഹെഡ്, സോ യു ഡോണ്ട് ഹാവ് ചേരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സെറ്റാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടപ്രകാരത്തിന് എനിക്ക് ഫ്രിഞ്ചസ് സെറ്റാക്കി തന്നു. പക്ഷേ അതിലൊരു പ്രശ്നം വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഞ്ചസിന് കുറച്ച് കട്ടി കൂടിപ്പോയി. നിങ്ങൾ നെക്സ്റ്റ് ടൈം ഫ്രിഞ്ചസ് ചെയ്യുന്ന സമയത്ത് കട്ടി കുറച്ച് ചെയ്യും, അപ്പോൾ അടിപൊളിയായിരിക്കും. ആൾക്കാരൊക്കെ പറയും എന്തോ പോലെ ഉണ്ട്, തിന്തുന്ന ഇതെന്ന്. പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യരുത്. ഗോ ഗേൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.